ഓം ശാന്തി. പലരും പറയാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നത് എൻ്റെ സ്വഭാവമാണ്. ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ എന്തൊക്കെയാ പറയാമെന്ന് അറിയില്ല. ഇത് പറയുമ്പോൾ ഒരു ചെറിയ കുട്ടി നമ്മുടെ സഡലുണ്ടായ ഒരു ചെറിയ സംഭവം ഓർമ്മിക്കുകയാണ് സിസ്റ്റർ. ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് ചായ കൊടുത്ത കപ്പ് വീണ് പൊട്ടിപ്പോയി. സെൻറ്ററിലെ കപ്പാണ് പൊട്ടിയത്, ചെറിയ മോളുടെ കയ്യിൽ നിന്നാണ്. പക്ഷേ അമ്മയ്ക്ക് ആ നേരത്ത് സെൻറ്ററിൻ്റെ കപ്പ് പൊട്ടിയ ടെൻഷൻ കൊണ്ടോ എന്തോന്നറിയില്ല, ഭയങ്കര ദേഷ്യം വന്നു. കുട്ടിക്ക് 4 പൊട്ടിച്ചു. കുട്ടിയെ അടിക്കല്ലേ എന്നെല്ലാവരും പറയണേക്കാൾ മുന്നേ കുട്ടിക്ക് നല്ല അടിയും കിട്ടി, കുറച്ച് ചീത്തയും കേട്ടി. കണ്ടു നിൽക്കുന്ന എല്ലാവരും ആകെ സ്റ്റണ്ടായിപ്പോയി. ഒരു ചെറിയൊരു കപ്പ് പൊട്ടി. കപ്പ് വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. ഈ കുട്ടിയെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കുണ്ടാകുന്ന മാനസികമായ വ്യഥ അല്ലെങ്കിൽ മാനസികമായ ഒരു തകർച്ച, ആ കുട്ടിയുടെ സ്വഭാവത്തിന് അതെങ്ങനെയൊക്കെ ബാധിക്കും. പലരും പല രീതിയിലും പറയാൻ തുടങ്ങി. ചിലർ പറഞ്ഞു എന്നാലും ഇത്രയൊക്കെ ഒരു ക്രോധോ, ഇങ്ങനെയൊക്കെ അടിക്കാൻ പാടുണ്ടോ? അപ്പോൾ വേറെ ചിലർ പറഞ്ഞു ഇതൊക്കെ മാറാനല്ലേ നമ്മൾ BK സെൻറ്ററിൽ വരുന്നത്. ഇങ്ങനെ പല പല ചർച്ചയായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാര്യം ശരിയാണ്. എല്ലാവരുടെ ഉള്ളിലും ക്രോധമുണ്ട്. ക്രോധമില്ലാത്ത മനുഷ്യന്മാരെ ഇവിടെ കാണുക എന്നുള്ളത് വളരെ അത്യപൂർവമാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ചെറിയ കോപമേ ഉള്ളൂ. കോപത്തിൻ്റെ വലിയ ഭാവമൊന്നുമില്ല. മറ്റൊരാൾ വളരെയധികം കോപിക്കുന്ന ഒരാളാണെന്ന് കാണുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോവും, എന്നാലും ഇത്രയൊക്കെ കോപിക്കാനുണ്ടോ? ഈ കാര്യത്തിന് ഇത്രയൊക്കെ പറയാനുണ്ടോ? ഈ കാര്യത്തിന് ഇത്രയൊക്കെ അടിക്കാനുണ്ടോ? ഇത്രയൊക്കെ ഉപദ്രവിക്കാനുണ്ടോ? ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനുണ്ടോ? ഇത് മിക്ക പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളാണ്, ചില സംഭവമാണ്. നമ്മൾ ചിന്തിക്കുകയാണ്, ഇങ്ങനെ എന്തു തന്നെ പറഞ്ഞാലും ആ ക്രോധിക്കുന്ന സ്വഭാവം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടല്ലോ. ഇതെവിടെ നിന്നാണ് നമ്മുടെ ഉള്ളിൽ കോപിക്കുക എന്നുള്ളൊരു സ്വഭാവം ഊറി വന്നത്? അറിയാതെ പുറത്തേക്ക് ഒഴുകുന്നൊരു സ്വഭാവമാണ് ഈ ക്രോധം. ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വന്നത്? നമുക്കറിയാം, ഒരു പക്ഷേ നമ്മൾ ഈ ശരീരത്തിലിരിക്കുമ്പോഴല്ല, ഇതിന് മുന്നിലത്തെ ശരീരത്തിൽ, ആ ശരീരത്തിൽ എത്രയോ ശരീരങ്ങൾ എടുത്ത് വന്നതാണ് നമ്മൾ ആത്മ. അപ്പോൾ ഏതെങ്കിലും ശരീരത്തിൽ നമ്മുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് അതോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടി വന്ന ആ ജന്മത്തെ സ്വഭാവം കൊണ്ട് വന്നതാവാം ഈ ജന്മത്തേക്ക്. ചില വീട്ടിൽ അച്ഛനമ്മയൊന്നും കോപിക്കില്ല, പക്ഷേ മക്കൾ ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. ഇതെങ്ങനെ എൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം എന്ന് പറയും? നമുക്കറിയാം അത് ഈ ജന്മത്തിൻ്റെ അല്ല, ഏതോ ജന്മത്തിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്. വേറെ ചിലരുടെ അച്ഛനും അമ്മയും ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ലഹളടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കാം. അപ്പോൾ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ സംസ്കാരം കേട്ട് വളർന്ന കുട്ടിക്കും അറിയാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം കയ്യിൽ വരാം. വേറെ ചിലരുടെ ജീവിത സാഹചര്യം അതുപോലെ ആയിരിക്കും. അവർക്ക് ദേഷ്യപ്പെട്ടില്ല എങ്കിൽ അവർ അടിച്ചമർത്തപ്പെടുന്നതായി, അവർ ദുരുപയോഗം ചെയ്യുന്നതായി ഒക്കെ തോന്നും. അതുകൊണ്ട് അവരവരുടെ ആ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി, അവരുടെ സ്വാഭിമാനം രക്ഷിക്കാൻ വേണ്ടി ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം വാർത്തെടുത്തിട്ടുണ്ടാവാം. എന്താണെങ്കിലും ഇതാർക്കും സുഖം തരുന്നല്ല. ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് അവരത് സ്വന്തമാക്കി പോയിരിക്കുകയാണ്. ഒറിജിനലി അവരുടെ സ്വഭാവം അതല്ല. ഭഗവാനും തൻ്റെ മഹാവാക്യത്തിൽ പറയാറുണ്ട്, ഏതെങ്കിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്നിട്ടൊരു വിധിയാണ്. ഇതൊക്കെ എവിടെയോ യാത്രയിൽ നമ്മൾ പറ്റിച്ചേർന്നു പോയ സ്വഭാവമാണ്. ഒറിജിനലി എല്ലാ ആത്മാക്കളും വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ സദ്ഗുണങ്ങൾ കൊണ്ട് സമ്പന്നരാണ്, ദൈവീയ ഗുണങ്ങൾ നിറഞ്ഞ ദേവതയാണ് എല്ലാ ആത്മാക്കളും അവരുടെ ആരംഭഘട്ടത്തിൽ. അപ്പം നമ്മുടെ ഉള്ളിൽ ഇടയിൽ വന്നു പെട്ടുപോയൊരു സംസ്കാരം, ആ സംസ്കാരത്തെ കാണുമ്പോൾ എന്നാലും ഇവരിങ്ങനെയൊക്കെ പറയുമോ, എന്നാലും ഇങ്ങനൊരു കോപമുണ്ടോ, എന്നാലും ഇത്രയ്ക്കൊക്കെ കോപിക്കാൻ പാടില്ലല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വാക്കിൽ നിന്ന് വരുന്ന ആ വൈബ്രേഷൻ അത് മറ്റുള്ളവരെ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കലാണ്. പക്ഷേ ഒരാളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് ഇവനും ഇങ്ങനെയോ, ഇങ്ങനത്രയും കോപോ, ഇതുമാരൊക്കെ ദേഷ്യപ്പെടാവോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറാവോ എന്നൊരു ശബ്ദം, എന്നൊരു വിചാരം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവമാവാറില്ല. അപ്പോൾ ആദ്യം റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടത്, സന്തോഷം നഷ്ടപ്പെട്ടത് നമുക്കാണ്. രണ്ടാമത് ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ആ രീതിയിലൊരു പ്രതികരണം കൊടുക്കരുത്. നമ്മൾ വിചാരിക്കുക ഒറിജിനലി ഈ ആത്മാവ് വളരെ ശ്രേഷ്ഠാത്മാവാണ്. ഇടക്കാലത്തിൽ ഈ ആത്മാവിൽ വന്നുപോയതാണ് ഇത്തരം സംസ്കാരങ്ങളൊക്കെ. കാരണം നമ്മൾ എപ്പോഴാണോ മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ അവരുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ സാഹചര്യത്തിൻ്റെ, അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ആ ഒരു സ്വാധീനം കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അവർക്ക് ഇങ്ങനെയും എന്ന് പറഞ്ഞുകൊണ്ട് അസ്വസ്ഥമായ സങ്കല്പങ്ങൾ വരുന്നത് റെസ്പെക്റ്റ് ഇല്ലാത്തതിൻ്റെ അഥവാ ഡിസ്റെസ്പെക്റ്റിൻ്റെ വൈബ്രേഷനാണ് നമ്മൾ അയക്കുന്നത്.
ഒന്ന്, നമ്മുടെ മനസ്സസ്വസ്ഥായി നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ അത് ബാധിക്കും. നമ്മുടെ മനസ്സസ്വസ്ഥാവും. ആദ്യം നമ്മുടെ മനസ്സിനാകുമ്പോൾ നമ്മുടെ ശരീരത്തിനും വരും, രണ്ടാമത് മറ്റുള്ള വ്യക്തികൾക്കും വരും. മറിച്ച് അവരെ എങ്ങനെ പെരുമാറിയാലും നമ്മുടെ മനോനില ശ്രേഷ്ഠമായി കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ നെഗറ്റീവായ ഒരു കമൻറ്റ് പറയാതെ, സാരില്ല, ഏതെങ്കിലും സമയം കൊണ്ടോ സാഹചര്യത്തിലോ അങ്ങനെ ആയിപ്പോയ ഒരു സ്വഭാവം അങ്ങനെ ആയിപ്പോയതാണ്, അല്ലെങ്കിൽ ആ നിമിഷം അവരങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു, അവരുടെ മനോനില കുറച്ച് വീക്കായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്, അവർ വളരെ നല്ലവരാണ്, അവർ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, അവർ ശ്രേഷ്ഠമായ ആത്മാക്കളാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അയക്കുന്ന വൈബ്രേഷൻ അത് റെസ്പെക്റ്റിൻ്റെയാണ്, സ്നേഹത്തിൻ്റെ വൈബ്രേഷനാണ്. നമുക്കും സുഖം അനുഭവിക്കാനാകും, നമുക്കും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കൂടും, മറ്റുള്ളവർക്കും സെൽഫ് റെസ്പെക്റ്റ് കൂട്ടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഒരാളുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആവരുത്. നെഗറ്റീവ് ആവുന്ന സമയം നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കുറയും. അതുകൊണ്ട് ഒരിക്കലും ആരുടെ സ്വഭാവത്തെ അനുസരിച്ചും നമ്മുടെ മനസ്സ് നെഗറ്റീവ് കമൻറ്റ് പറയരുത്. മറിച്ച് അവരുടെ ഏത് അവസ്ഥയാണെങ്കിലും ശരി, നമ്മൾ മനസ്സിലാക്കണം, ഏതോ കാലഘട്ടത്തിലെ അവരുടെ യാത്രയിൽ വന്നുപോയ ഒരു എക്വയർഡായിരിക്കുന്ന, അറിയാതെ വന്നു ചേർന്ന ഒരു നെഗറ്റീവ് സ്വഭാവമാണ്. ഈ സാഹചര്യത്തിൽ ഉണർന്നിരിക്കുകയാണ്, സാരമില്ല, ഞാൻ ശുഭഭാവന കൊടുക്കട്ടെ, അവരുടെ ഒറിജിനൽ സംസ്കാരം അവരിൽ ഉണരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിൻ്റെ ഭാവങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഇരുന്നുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിനെ മറികടക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ആത്മാക്കളും ഒറിജിനലി ശ്രേഷ്ഠ സംസ്കാരങ്ങൾ നിറഞ്ഞ, ശ്രേഷ്ഠ ഗുണങ്ങൾ നിറഞ്ഞ സമ്പന്ന ആത്മാക്കളാണ്. അതുകൊണ്ട് അവരുടെ ആ സങ്കല്പങ്ങൾ ഉണരാൻ, അവരുടെ ആ ശ്രേഷ്ഠ സംസ്കാരങ്ങൾ ഉണരാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ശ്രേഷ്ഠ വിചാരങ്ങൾക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരാളുടെ സ്വഭാവത്തെ മോശമാണെന്ന് പറയുന്നതോടെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ മോശമായി, ഇന്നൊരാൾ പോകുന്നു, നാളെ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് മൈൻഡ് ചെയ്യാതിരുന്നാൽ നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. പക്ഷെ ഒരാളുടെ സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ ഉള്ളിലൊരു ദേഷ്യത്തിൻ്റെ സ്വഭാവം പുറത്തേക്ക് പ്രകടമാകുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കതിൻ്റെ എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഓൾറെഡി അവരതിൻ്റെ നിയന്ത്രണത്തിലായിപ്പോയി. അതിലൂടെ ഉണ്ടാകുന്ന ആഘാതങ്ങൾ, അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓൾറെഡി ഒരുപാട് നഷ്ടത്തിലാണ്. ഇനി നമ്മുടെ സങ്കല്പം കൂടി അവർക്ക് നഷ്ടം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിലിരിക്കാൻ വേണ്ടി ആരെങ്ങനെ പെരുമാറുമ്പോഴും അവരുടെ ഒറിജിനൽ സംസ്കാരത്തെ ഓർമ്മിച്ചാൽ അത് നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങളെ ബാധിക്കാതെ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഒരു വ്യക്തിയെ ആദരിക്കുക എന്ന് വെച്ചാൽ അവരുടെ മൂല്യങ്ങളെ നമ്മൾ കാണുക, അവരുടെ മൂല്യങ്ങളെ വളർത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരോട് നമുക്ക് സ്നേഹത്തിൻ്റെ ഭാവന ഉണ്ടാകുമ്പോൾ, ബഹുമാനത്തിൻ്റെ ഭാവന ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ ആദരിക്കാൻ സാധിക്കും. ഒന്ന്, നമ്മൾ അവരെ ആദരിക്കുമ്പോൾ നമ്മളോടുള്ള ആദരവാണ്, അത് നമ്മുടെ മനസ്സ് കംഫർട്ടാണ്. നമ്മുടെ മനസ്സ് കംഫർട്ടാണെങ്കിൽ നമ്മുടെ ശരീരം ആരോഗ്യമായിരിക്കും. നമുക്ക് നമ്മുടെ ശരീരത്തിനെയും ആദരിക്കാൻ കഴിയണം, പ്രകൃതിനെയും ആദരിക്കാൻ കഴിയണം, മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയണം. ഈ ശരീരത്തെ ആദരിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം, ആവശ്യമുള്ള ഫുഡേ കഴിക്കാവൂ, അനാവശ്യമായിരിക്കുന്ന മോശം ആഹാരങ്ങളോ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ വിഷമുണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊന്നും നമ്മൾ സ്വീകരിക്കരുത്. അത് നമ്മുടെ ശരീരത്തിനെ ആരോഗ്യത്തോടെ കീപ്പ് ചെയ്യാൻ, അഥവാ ശരീരത്തിനോടുള്ള ബഹുമാനമാണ്. ഇതുപോലെ തന്നെ നമ്മളെപ്പോൾ നമ്മളെ ബഹുമാനിക്കുന്നോ നമുക്ക് ചുറ്റുപാടുള്ളവരോടും ബഹുമാനിക്കാൻ സാധിക്കും. പ്രകൃതിയെ നമ്മൾ ബഹുമാനിക്കണം. ഈ പ്രകൃതിയെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ കാലം കഴിയുമ്പോൾ അതിൻ്റെ തിരിച്ചടി നമുക്ക് താങ്ങാനാവില്ല. ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രകൃതിയെ ബഹുമാനിക്കാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? പൈപ്പിൽ വെള്ളം തുറന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ പൈസ അടയ്ക്കുന്ന വെള്ളമൊന്നും അല്ലല്ലോ, ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ പേരെ കാണാം. പക്ഷേ ആ വെള്ളത്തിൻ്റെ വില കൽപ്പിച്ചുകൊണ്ട് മൂല്യം മനസ്സിലാക്കി ആ വെള്ളത്തിന് നമ്മൾ ടാപ്പ് അടയ്ക്കുന്നു, അല്ലെങ്കിൽ വെള്ളം നശിക്കാതെ നമ്മൾ സൂക്ഷിക്കുന്നു. പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന പ്രകൃതിയുടെ എല്ലാ സ്വത്തുക്കളും നമുക്ക് ഉപയോഗിക്കുക മാത്രമല്ല നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി അതിനെ സൂക്ഷിക്കാനും പരിരക്ഷിക്കാനും വളർത്താനും നമ്മൾ സഹായിക്കുന്നതിനെയാണ് പറയുക പ്രകൃതിയെ ആദരിക്കുക. ഇതുതന്നെയാണ് നമ്മൾ മറ്റുള്ളവരോട് കൊടുക്കുന്ന ആദരവും. എപ്പോൾ നമ്മളെയും നമ്മുടെ ശരീരത്തിനെയും പ്രകൃതിയെയും മറ്റുള്ളവരെയും ആദരിക്കുന്നോ ഒരു സാഹചര്യത്തിലും നമ്മുടെ മനസ്സ് അസ്വസ്ഥാകില്ല, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒരു സാധനത്തിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതിന് വിലയുണ്ടാവും. എപ്പോഴാണ് നമ്മൾ വില കൊടുത്ത് ഒരു സാധനം വാങ്ങുന്നത്? കാരണം അത് ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്, അത് ഞാനാണ് അതിന് വില കൊടുത്തത്, അതുകൊണ്ട് അതിൻ്റെ വില കൂടി. ഫ്രീ ആയി കിട്ടുന്നൊരു സാധനത്തിനും നമ്മളധികം വില കൽപ്പിക്കാറില്ല. അതുകൊണ്ട് എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കുക, അഥവാ മൂല്യം കൊടുക്കുക, ബഹുമാനിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വില കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവരുടെ ഭാവങ്ങളെയും ഭാവനകളെയും
സാധനങ്ങളെയും നമ്മൾ ബഹുമാനത്തോടെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഏതവസ്ഥയിലും നമുക്ക് നമ്മളുടെ ബഹുമാനം നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്താവട്ടെ, ഓരോരുത്തരുടെയും യഥാർത്ഥമായ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാൻ നമുക്ക് തയ്യാറായാൽ അവരുടെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വാഭിമാനത്തിനെ, സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കില്ല. അങ്ങനെ ഈ ജീവിതയാത്രയിൽ എല്ലാ സഹയാത്രികർക്കും, സഹജീവികൾക്കും, പ്രകൃതിക്കും, നമ്മുടെ ശരീരത്തിനും ബഹുമാനം നൽകിക്കൊണ്ട് സ്വാഭിമാനത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.